വെൽക്കം ടു ജിലേബി കുസീൻ. ഞാൻ ജിബി ജിജോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഓമയ്ക്ക തോരനാണ്. ഓമയ്ക്കയും വൻപയറും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ തോരൻ, പപ്പായ തോരൻ. അതിനായിട്ട് നമുക്കൊരു 1/3 കപ്പ് വൻപയർ വേണം. ആ വൻപയർ വന്നിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വൻപയറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഒരു ഓവർനൈറ്റ് കുതിർത്തതാണ്. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് അത് ആ വെള്ളത്തോടു കൂടി തന്നെ പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വൻപയർ മൂടി കിടക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5 വിസിൽ കേൾക്കുന്നിടം വരെ ഞാനിത് കുക്ക് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും, മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും. നിങ്ങളുടെ വൻപയറിൻ്റെ വേവ് അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വൻപയർ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ അങ്ങ് കുറച്ച് കുഴഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഉടയാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. നിങ്ങളുടെ അടുത്തുള്ള വൻപയറിൻ്റെ വേവ് അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പപ്പായ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഇതിനെ ഓമയ്ക്ക എന്നാണ് പറയുക. തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓമയ്ക്ക ഇപ്പോൾ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കാൻ പോവാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഗ്രേറ്ററിലാണ് ഇപ്പോൾ ഇതിനെ അരിഞ്ഞെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കാൻ ചെറുതായിട്ട്. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു യൂണിഫോം സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സ്ലൈസ് ചെയ്യുന്നത്. എല്ലാം സ്ലൈസ് ചെയ്തിട്ടുണ്ട്. കറയൊക്കെ പോകുന്നവരെ നന്നായി കഴുകി കൊണ്ടുവരാം. അപ്പോൾ ഇതവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ വലിയ ഹോളിലാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് കനമുണ്ട്. അതേപോലെ തന്നെ അത് കാരണം ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കും. നല്ല വെതറി കിടക്കും. ഇരുമ്പ് ചട്ടി എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും സ്വാദ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതപ്പോൾ അവിടെ പൊട്ടട്ടെ. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. അന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടെ ഒന്ന് നന്നായി വീർത്ത് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അതൊന്ന് ഈ സവാളയും ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് തോരനുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ ഇനിയും വേണ്ടിയത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 അല്ലി വലിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ അത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒതുക്കിയെടുക്കണം. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് മഷി പോലെ അരയ്ക്കരുത്. ഒരു കോഴ്സ് പരുവത്തിലാണ്. അത് കുറച്ച് ഇതിലാണ്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊന്ന് നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണം. കാരണം വെളുത്തുള്ളി അതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആ ക്രാണമൊക്കെ പോകണം. അതുവരെ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ആ കുത്തലും മണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഓമയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അത് വന്നിട്ട് ആ തേങ്ങയുടെ അരപ്പൊക്കെ ഈ പപ്പായയിലേക്ക് ചേർന്ന് വരണം. അതേപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചെറുകെ ഇളക്കി കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് ഒരു പകുതി വേവെത്തണം.
ഓമയ്ക്ക ഇപ്പോൾ ഒരു പകുതി വേവിലെത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ വെന്ത് കഴിയുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെ വെള്ളത്തോട് ചേർത്തിട്ടുണ്ടെങ്കിൽ തോരൻ കുഴഞ്ഞു പോകും. അപ്പം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഓമയ്ക്കയും വൻപയറും അരപ്പും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരണം. അതിനായിട്ടൊരു 5 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണമാണ് വരുന്നത്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് അടച്ച് ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. എന്താ നല്ല മണം വരുന്നതെന്നറിയോ? ആ കറിവേപ്പിലയും കൂടെ ചേർത്തപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ വായിൽ വെള്ളം വരും. അത്രയ്ക്ക് നല്ലൊരു മണമാണ് വരുന്നത്. ഇത് വന്നിട്ട് ഇതും ചോറും മാത്രം മതി, അത്രയ്ക്ക് സൂപ്പറാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്. പപ്പായ തോരൻ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനലിൽ പുതുതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ.